ഖാലിദും ജാബിറും എൻ്റെ ഇരട്ടക്കുട്ടിയും അവരുടെ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു നോട്ട്ബുക്കിൻ്റെ കടലാസിൽ ഒരു പൊതി തന്നിട്ട് പറഞ്ഞു, വാപ്പ ചായ കുടിക്കാൻ തന്നാണ്. ചായ കുടിക്കാൻ? ആ, മാഷ്ക്ക് ചായ കുടിക്കാൻ തന്നാണ്. അപ്പം എനിക്ക് ആദ്യം ദേഷ്യം വന്നു, എന്തുകൊണ്ട് എനിക്കിങ്ങനെ ചായ കുടിക്കാൻ പൈസ തന്നത്, എനിക്കത് ഉൾക്കൊള്ളാനായില്ല. സ്റ്റാഫ് റൂമിൽ പോയി. അപ്പോൾ നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ബാലഭദ്ര മാഷിനും മറ്റൊരു മാഷ എനിക്ക് കൈക്കിൽ കിട്ടിയിട്ടുണ്ട്, ഒരു ഇത്രയും പൈസ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ കുട്ടികളെ തിരിച്ചു കൊടുത്തില്ല, തിരിച്ചു പോകുമ്പോൾ കൊടുക്കാം, ഒരു 150 രൂപ 200 രൂപയോളം ഉണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് അങ്ങനെയല്ല, അദ്ദേഹം വളരെ സ്നേഹത്തോടെ തന്നതാണ്, നമുക്കത് ചായ കുടിക്കണം. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷം ഖാലിദിനെയും ജാബിറേയും കൂടി വിളിച്ച്, ചായയല്ല ഞങ്ങളിതിൻ്റെ സർബത്താണെന്ന് തോന്നുന്നുണ്ട്, കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുടിച്ച് അതിൻ്റെ ബാക്കി പൈസ കണക്കെഴുതി ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. എത്ര രൂപ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് തിരിച്ച് കൊടുത്തു വിട്ടു. ഇതും ഞാൻ പറഞ്ഞത് ആ സ്നേഹമാണ്. ഈ പേരുകളൊക്കെ ഓർക്കുന്നത്, ഞാൻ ധിബുവിൻ്റെ പേരോർക്കും, ജയേഷിൻ്റെ പേരോർക്കും, ഖാലിദിൻ്റെ പേരോർക്കും, ജാബിൻ്റെ പേരോർക്കും. അത് അവിടെ സ്കൂളിലെ പ്രവർത്തനം കൊണ്ടല്ല, മറിച്ച് ഇങ്ങനെയുള്ള അവരുടെ രക്ഷിതാക്കളുടെ പ്രവർത്തനം കൂടി കൊണ്ടാണ്. അപ്പം ഇപ്പം നിങ്ങൾ ഈ സ്നേഹപ്രകടനം ഇങ്ങനെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങളെ ഈ സ്നേഹത്തിൻ്റെ ആ മൂല്യം അന്നേ നിങ്ങളിൽ പകർന്നതുകൊണ്ടാണ് ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഭരതനെക്കുറിച്ച്, ഭരതന് ഞാനും അടുത്തടുത്ത ദിവസങ്ങളിലാണ് കലാമല സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും നല്ല സുഹൃത്തുക്കളാണ്. നല്ല സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ദിവസം വിളിയോ മറ്റു സാധനങ്ങളോ ഒന്നുമില്ല. എന്നാൽ രണ്ടുപേരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒരു കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം ഭരതനില്ല, വളരെ സിമ്പിളാണ്. എന്നാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ അച്ചട്ടാണ്. തൻ്റെ തീരുമാനങ്ങളിൽ ഒരിക്കലും വ്യതിചലിക്കാറില്ല. അത് അഡമൻ്റായി നിന്ന് ആ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യും, അത് ശരിയാണെങ്കിൽ. മറ്റ് ആര് പറഞ്ഞാലും തൻ്റെ തീരുമാനങ്ങളിൽ നിന്ന്, തനിക്ക് ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങളിൽ നിന്ന്, തനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെടാത്ത തീരുമാനങ്ങളിൽ നിന്ന് ഒരിക്കലും ഭരതൻ വിട്ടുനിൽക്കില്ല. അത് തന്നെയാണ് ഭരതനോട് എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ബഹുമാനം എന്ന് പറയുന്നത്. ശരിയും തെറ്റും ആപേക്ഷികമാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എൻ്റെ ശരി അതൊരിക്കലും നിങ്ങളുടെ ശരി ആകണമെന്നില്ല. എൻ്റെ ശരി എനിക്ക് മാത്രമാണ് ശരി. അതേസമയം മറ്റുള്ളവരുടെ നമ്മൾ തെറ്റാണെന്നും എൻ്റെ ശരി മാത്രമാണ് ശരിയെന്ന് വാദിക്കുമ്പോഴുമാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം മറ്റുള്ളവരുടെ അവർ ചെയ്യുന്നത് അവർക്ക് ശരിയാണ്, അത് അംഗീകരിക്കുക, ആ നിലപാടുകളാണ്. അതുപോലെ തന്നെയാണ് വേണ്ടത്. ഒരു പരിധിക്ക് മേലെ തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് ആ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നത് അയാളുടെ മനസ്സിനനുസരിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുമെങ്കിൽ, ആളെ ബോധ്യപ്പെടുമെങ്കിലും അതൊരിക്കലും അയാളുടെ മനസ്സിനെ നോവിക്കുന്ന രീതിയിൽ ഒരിക്കലും ഭരതൻ പ്രകടിപ്പിക്കാറില്ല. അതാണ് ഭരതൻ്റെ വിജയം എന്ന് പറയുന്നത്. അസൂയയോടുകൂടി കാണേണ്ട ഒരു സ്വഭാവമാണ്. കാരണം നമ്മൾ അങ്ങനെയല്ല, ഒരു ബന്ധത്തിന് ഞാനൊന്നും അങ്ങനെയല്ല. ഞാൻ എൻ്റെ ശരിയാണെന്ന് പറഞ്ഞാൽ അത് വാശി പിടിച്ച് അത് തെളിയിക്കും. ഞാൻ അങ്ങനെ ആയിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്, പിന്നെ നമ്മൾ തിരുത്തി കൊണ്ടുവന്നത്. അത് ഭരതൻ അന്ന് തന്നെ അങ്ങനെ ആയിരുന്നു. അപ്പം ഒറ്റ കാര്യമേ ഉള്ളൂ, ഭരതന് ഇനിയുള്ള ജീവിതകാലത്തും തനിക്ക് ശരിയെന്ന് തോന്നുന്ന, താൻ ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുമാറാകട്ടെ, അതിന് ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങൾ തന്ന ഈ സ്നേഹത്തിന്, ഇന്നിവിടെ വിളിച്ചതിന് എൻ്റെ ഏറ്റവും ഹൃദയംഗമായ നന്ദി കൂടി അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും കാണാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.